ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ദൈവത്തിൻ്റെ സ്വന്തം വീട് കാണിക്കുകയാണ്. സ്വന്തം നാട്ടിലുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഒരു സ്വന്തം വീട്. ഞാൻ ഇന്ന് ചെയ്ത ആ ഹോം തിയേറ്റർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു. ഡൊമിനിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 30 വർഷമായിട്ട് പുള്ളിയുടെ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ദൈവവേല ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതായത് അമേരിക്ക, കാനഡ, അയർലൻഡ് തുടങ്ങിയ ഒത്തിരി രാജ്യങ്ങളിൽ പുള്ളി അമേരിക്കയിലാണ് താമസം. ഇന്ത്യയിൽ നമുക്ക് പുള്ളിയുടെ വീടുണ്ട്. ആ വീട്ടിലെ ഇടയ്ക്കൊക്കെ വന്ന് പുള്ളി താമസിക്കും. ആ സമയത്ത് ഇപ്പോൾ പുള്ളിയുടെ ഹോം തിയേറ്റർ കേടായപ്പം ഞാനത് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വളരെ മനോഹരമായിട്ടിരിക്കുന്നു. അപ്പം ഇപ്പോൾ ഈ എല്ലാവരുടെയും വീടുകളൊക്കെ എല്ലാവർക്കും പ്രൈവസി ആണല്ലോ. അപ്പം നമ്മളൊരാളുടെ വീടൊക്കെ പിടിച്ചിടുക എന്നൊക്കെ പറയുന്നത് യൂട്യൂബിലിടുന്നതൊക്കെ പലർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഈ ദൈവത്തിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു, ഇച്ചിരി വീഡിയോ എടുത്തോട്ടെ യൂട്യൂബിലിടുക. പുള്ളിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽഡായിട്ട് ഈ ഡൊമിനിക് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്തി ഒരു ഹോം ടൂർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്ക് വീഡിയോ ഇടുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ നല്ല ഡീറ്റെയിൽഡായിട്ട് ഒരു വീട്, ഒരു ദൈവത്തിൻ്റെ ദേവാലയം പോലെ ഒരു വീടിനെ എങ്ങനെ അലങ്കരിച്ച് എത്ര ഭംഗിയാക്കാമെന്ന് നമുക്ക് ഈ വീട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഈ വീട്ടിലെ ഏതാനും ചില ഭാഗങ്ങൾ, മുഴുവനൊന്നും കാണിക്കുന്നില്ല, ഏതാനും ചില ഭാഗങ്ങൾ കാണിക്കാം. പിന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീടിൻ്റെ പ്രത്യേകതയും ഓരോ ഭാഗങ്ങൾ എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നതെന്നും ഈ വീടിൻ്റെ ഗൃഹനാഥനെയും എല്ലാം ഞാനൊന്ന് പരിചയപ്പെടുത്തി ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ അധികം താമസിക്കാതെ തന്നെ ഇട്ടുതരാം. തൽക്കാലം ഈ ഭാഗങ്ങളെല്ലാം നിങ്ങളൊന്ന് കണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം.